തൻ്റെ ഉള്ളിലൊരു നന്മയുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇങ്ങനൊന്നിന് സാക്ഷിയാവാൻ തൻ്റെ ഈ അസിയേട്ടനും വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്ങേരെ ഞാനിങ്ങ് വരുത്തി. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ഒപ്പിട്ടോളൂ. സർ, ജസ്റ്റ് എ മിനിറ്റ്. ഷുവർ, നോ പ്രോബ്ലം. അസീറിന് ഒന്ന് വന്നേ. എന്താ? ഒന്ന് വന്നേ. അനുഗ്രഹം വാങ്ങിക്കാനായിരിക്കും. 1 മിനിറ്റ്. ഓ ഷുവർ. കാല് വാങ്ങിച്ചോളൂ. എന്ത് അനുഗ്രഹം? ഷേ, അതല്ല അസിയേട്ടാ. പിന്നെ ആ അഗ്രിമെന്റിൽ ഞാൻ സൈൻ ചെയ്യില്ല. അതെന്താ? അസിയേട്ടാ, മെറിൻ അവളുടെ കാര്യം. ഓഹോ, അപ്പൊ ഞാൻ കരുതിയതുപോലെ തമ്പിക്കുട്ടിയുടെ തന്തയില്ലായ്മ ആയിരുന്നില്ല ആ വാർത്ത അല്ലേ? എങ്കിൽ ചെല്ല്, നീ ഇത് പോയി ആ നമ്പ്യാരോടുകൂടി പറ. കുറച്ചു മുമ്പ് ഒരു തമാശ പോലെ അങ്ങേര് എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചതേ ഉള്ളൂ. അസിയേട്ടാ, ഞാൻ പിന്നല്ലാതെ ചെറ്റത്തരവല്ലേ നീ ഇപ്പൊ ഈ പറഞ്ഞത്? ലണ്ടനിൽ നിന്നെയും അയാളെ അറിയാവുന്ന എല്ലാവർക്കും ഈ പ്രപ്പോസലിനെ കുറിച്ചും അറിയാം. ഇതുവരെ ആ പെണ്ണടഞ്ഞു നിൽക്കുമായിരുന്നു. ഇപ്പൊ അവൾ ഒരു വിധത്തിൽ സമ്മതിച്ചപ്പം വീണ്ടും ഞാൻ പറയുക, നിനക്ക് ശരിക്കും അറിയില്ല നമ്പ്യാര്. മോനെ വിജയ്, മെറിൻ നല്ല കുട്ടിയാ. നിനക്ക് മാത്രമല്ല, ഞങ്ങൾ